ടാഷ്കെൻറ്റ് സിറ്റി മാളിൽ ഉള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ടാഷ്കെൻറ്റ് സിറ്റി മാൾ ഇവിടെ ഒരു ഐമാക്സ് ഉണ്ട്. സെൻട്രൽ ഏഷ്യയിലെ ഐമാക്സ്, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് ആണ് ഈ ടാഷ്കെൻറ്റ് സിറ്റി മാളിലുള്ളതെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആ മാളിൽ സിനിമാറ്റിക്ക എന്ന് എഴുതിക്കുന്നുണ്ടോ? അവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ അന്വേഷിച്ച് വന്ന ഐമാക്സ്. നോക്കാം. അത്യാവശ്യം വലിയ മോളാണ് കേട്ടോ, നമ്മുടെ ലുലു മോളൊക്കെ പോലെ തന്നെ നല്ല ഏരിയ ഉണ്ട്. ഇതൊരു പാർട്ടാണ്, ഇതുപോലെ തന്നെ 2-3 പാർട്ട് അപ്പുറമൊക്കെ ഉണ്ട്. ഇങ്ങനെ അത്യാവശ്യം വലിയ മോളാണ്. പിന്നെ വലിയ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും വേണ്ട, നമുക്ക് തിയേറ്റർ മതി. തിയേറ്റർ ആകാനുള്ള മുകളിലാണ് സിനിമാറ്റിക്ക. ഇതാണ് സിനിമാറ്റിക്ക മൾട്ടിപ്ലെക്സിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഒരു വലിയൊരു ലേസർ ഡെസ്റ്റിനേഷൻ ഫോർ എക്സെപ്ഷണൽ എക്സ്പീരിയൻസസ് ചുറ്റും വെച്ചിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് മോൾ തന്നെ കാണാൻ നല്ല രസമാണ് ആക്ച്വലി. സിനിമാറ്റിക്കയിലാണ് ഐമാക്സ് ഉള്ളത്, പക്ഷേ ഇവർ ഐമാക്സ് ഉള്ളതിൻ്റെ യാതൊരുവിധ ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിട്ടില്ല. ട്രോൺ റിലീസിന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കളിക്കുന്ന പടങ്ങൾ. പക്ഷേ ഇവിടെയുള്ള ഇംഗ്ലീഷ് പടങ്ങളെല്ലാം റഷ്യനിലേക്ക് ഡബ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഡബ് വേർഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. Oh my God. ഡിക്കാപ്രിയോ ഒക്കെ റഷ്യൻ പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാറ്റ് ഫിനിഷ് ഡിസൈനൊക്കെ കൊള്ളാമല്ലോ ഇവരുടെ. സിനിമാറ്റിക്ക. ട്രോൺ. ഇതാണിപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഹിം എന്ന് പറഞ്ഞ സിനിമയും കൂടിയുണ്ട്. പെപ്സി പ്രസന്റ് ഐമാക്സ്. И этой страны вы испытаете весь спектр звучания, от звона падающей иголки до гула мощного двигателя самолета. ടാഷ്കെൻറ്റിലുള്ള ഐമാക്സ് ഓഡിറ്റോറിയമാണ് നമ്മൾ ഈ കാണുന്നത്. 69 അടി വീതിയുള്ള 38 അടി ഉയരമുള്ള ഐമാക്സ് വിത്ത് ലേസർ സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓഡിയോ വരുന്നത് 12 ചാനലാണ്. പെപ്സി പ്രസൻസ് ഐമാക്സ് ആണ്. ഐമാക്സിൻ്റെ ബ്രാൻഡിങ് 2 സൈഡിലും നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് 4 എണ്ണമാണ്. സീറ്റിംഗ് എന്ന് പറയുന്നത് 330 ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. സീറ്റ് നമ്മുടെ കൊച്ചി സിനിപോളിസിലേക്കുള്ള പോലത്തെ ആ ടൈപ്പ് സീറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലുതും ടാഷ്കെൻറ്റ് എന്ന സിറ്റിയിലെ ആദ്യത്തെ ഐമാക്സ് ആയതിനാൽ ഇവിടുത്തെ പ്രസിഡൻ്റാണ് ഈ സ്ക്രീൻ വന്ന് ഉദ്ഘാടനം ചെയ്ത തീയതി 29 ഫെബ്രുവരി 2024. ആ ഡേറ്റിൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ സ്ക്രീൻ അത്യാവശ്യം നല്ല സ്ക്രീനാണ്. ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം വലിയൊരു സ്ക്രീനായിരുന്നു. ഡീമൺ സ്ലെയർ ഇവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 50,000 സോം, നമ്മുടെ നാട്ടിൽ ഒരു 1200 അതിനടുത്തൊക്കെ വരും. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ അവിടുത്തെ സ്റ്റാഫ് പരിചയപ്പെടാൻ വന്നായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസിലേക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം, അവിടുത്തെ ടാഷ്കെൻറ്റ് സിറ്റിയിലുള്ള സിനിമാറ്റിക്കയുടെ
പെപ്സി പ്രസന്റ് ഐമാക്സ്, ഒന്നും പറയാനില്ല, കിഡിലൻ സ്ക്രീൻ. ആ കിഡിലൻ സ്ക്രീനിൽ കിഡിലൻ പടമായിട്ടുള്ള ഡീമൺ സ്ലെയർ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.